കുടിക്കാൻ വെള്ളം എന്തെങ്കിലും വേണം. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ? ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാം. ഇത് ഇങ്ങനെയുടെ കിരീടമല്ലേ? ആ സമയത്ത് ഇത് തലയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഗതികേട് വരില്ലായിരുന്നു ഇല്ലേ മേ? ചത്ത കിളിക്കിനി എന്തിനാണ് ഈ കൂട്? എന്ത് ചേട്ടാ, എന്ത് പറ്റി? ഒന്നുമില്ല, വെള്ളത്തിനായിരിക്കും. നീ വെള്ളം അങ്ങ് കൊടുക്ക്. വെള്ളം കൊടുക്കുമെന്ന് പറയുന്ന കേട്ടാത്തൊന്നും വെള്ളം ഇപ്പൊ വാങ്ങിച്ചു കുടിക്കുമെന്ന്. ഇതാ വയതിറക്ക്. നീ കുറച്ച് നിയന്ത്രിക്കുന്നത് നല്ലതാ. എല്ലാത്തിനും ഒരു കൺട്രോൾ വേണം. അമ്മ എന്തിനാ ഇങ്ങനെ സ്വരം താഴ്ത്തി സംസാരിക്കണേ? എന്തുണ്ടെങ്കിലും അങ്ങോട്ട് ഉറക്കെ പറ. ഞാനാണ് ഇങ്ങേരുടെ കാല് വാരി നിലത്തിട്ട് ഇങ്ങേരെ ഈ പരുവത്തിലാക്കിയെന്ന് ഇങ്ങേർക്ക് ഇനി വാ തുറന്ന് പറയാൻ പറ്റില്ല. അതിനി ആർക്കും കണ്ടുപിടിക്കാനും പറ്റൂല. ഇനി ഈ വീട് അടക്കി ഭരിക്കാൻ പോകുന്നത് ഞാനാ. പിന്നെ ഈ ഡമ്മി പീസ് ഇതിങ്ങനെ വീൽ ചെയർ ഇരുന്ന് ഇങ്ങനെ കറങ്ങേ ഉള്ളൂ. ദേ ഇങ്ങനെ. എന്താ ഇത്? എന്തൊക്കെയാ ഞാൻ ഈ കാണുന്നത്? നിഖില് പറഞ്ഞതൊക്കെ സത്യമാണെന്ന് തോന്നുന്നല്ലോ. എന്തെങ്കിലും ഒന്ന് വാ തുറന്ന് പറയാമാവ. എന്താ ഇത്? സംസാരിക്കാൻ പറ്റുന്നില്ലേ? ഇതെന്താ മാവ പറ്റിയത്? എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. മോളെ, എങ്ങനെയാ അമ്മ അമ്മാവൻ ഈ അവസ്ഥയിലെത്തിയത്? ടോയ്ലറ്റിലൊന്നും മറിഞ്ഞു വീണതാ മോളെ. മുറിവൊന്നും ഇല്ലായിരുന്നു, പക്ഷേ പാരലറ്റിക് അറ്റാക്ക് വന്നു എന്നാ ഡോക്ടർ പറഞ്ഞത്. ഇനി ഏട്ടനെ കൊണ്ട് സംസാരിക്കാനോ നടക്കാനൊന്നും പറ്റില്ല മോളെ. ചികിത്സിച്ച് നോക്കാന്ന് മാത്രമേ ഡോക്ടർ പറഞ്ഞുള്ളൂ. അങ്ങനൊന്നുമില്ലമ്മ, നമുക്ക് ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ കാണിക്കാം. അമ്മാവനെ പഴയതുപോലെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം നമുക്ക്. നീ ആരെടിയത് പറയാൻ? പുതിയ രക്ഷക വന്നേക്കണം. കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഡോക്ടറെ തന്നെ ഞങ്ങൾ കാണിച്ചേക്കുന്നത്. ഹെവി പാരലറ്റിക് അറ്റാക്ക് ആയിരുന്നു. ജീവൻ തിരിച്ചിട്ടേനെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. എനിക്കും എന്റെ മോക്കും ഇല്ലാത്ത വിഷമമൊന്നും നിനക്കും ഉണ്ടാവേണ്ട ആവശ്യമില്ല. നീ നിന്റെ പാട് നോക്കിപ്പോ. ഇനി ഈ പേരും പറഞ്ഞ് നീ വലിയ ആള് കളിക്കാനൊന്നും നിൽക്കണ്ട. എന്റെ അച്ഛനെ എങ്ങനെ നോക്കണമെന്നും എവിടെ ചികിത്സിക്കണമെന്നും ഞങ്ങൾക്കറിയാം. എടാ നിഖിലേ, അമ്മാവൻ വാഷ്റൂമിൽ വീഴുന്നത് നീ അമ്മയോ കണ്ടിരുന്നോ? ആ സമയത്ത് നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, അമ്പലത്തിൽ നിന്ന് വന്നു കഴിഞ്ഞ് ഞങ്ങൾ വിളിക്കുമ്പോഴാണ് അമ്മാവൻ ആശുപത്രിയിലായ വിവരം അറിയുന്നത്. അമ്മാവൻ വാഷ്റൂമിൽ തെന്നി വീണു പറയുന്നത് വിശ്വസിക്കാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. ഇതൊന്നും അല്ല സംഭവം. പിന്നല്ലാതെ നീ എന്താ പറഞ്ഞു വരുന്നേ? ഇവള് കാലി പിടിച്ച് വലിച്ച് നിലത്തിട്ടെന്നോ? ഇവരുടെ നോട്ടത്തിൽ പോലും ഒരു കള്ളലക്ഷണമുണ്ട്. അമ്മാവൻ എന്തെങ്കിലും പറയാൻ പറ്റുമോ? എങ്ങനെയാ അമ്മാവൻ വീണത് അത് പറ. നിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായി. ഇതിന്റെ വഴി കൂടി എങ്ങനെയെങ്കിലും ഞങ്ങളുടെ തലയിൽ കൊണ്ടുപോയി വെക്കണം. അതല്ലേ നീ പറഞ്ഞു വരുന്നേ?
ഇത് അമ്മാവന്റെ ഫോണല്ലേ നിഖിലേ? അതെ ചേച്ചി, അമ്മാവന്റെ ഫോൺ തന്നെയാ. അമ്മാവൻ മറിഞ്ഞു വീണത് വാഷ്റൂമിൽ, ഫോൺ കിടക്കുന്നത് അവിടെ. ഇതെങ്ങനെയാ ശിവാനി സംഭവിച്ചത്? ആ, അത് ഞങ്ങൾക്കെങ്ങനെ അറിയാം? നിങ്ങൾ അറിയണം, നിങ്ങൾക്കേ അറിയാവൂ. സത്യം പറ, അമ്മാവൻ എന്താ പറ്റിയത്? അച്ഛൻ വാഷ്റൂമിൽ മറിഞ്ഞു വീണെന്നാണെന്ന് ആദ്യം തൊട്ടേ പറയുന്നില്ലേ? നീ വല്ല CBI ഓഫീസർ ഒന്നും ചമയല്ലേ? ഇറങ്ങി പോ നോക്ക്. നിന്റെയും നിന്റെ അമ്മയുടെയും വാക്കുകൾ വെള്ളം തൊടാതെ അങ്ങ് വിഴുങ്ങാനും മാത്രം വിട്ടിയല്ല ഞാൻ. എല്ലാ കാലവും അമ്മാവൻ ഇങ്ങനെ വീൽ ചെയറിൽ തന്നെ ഇരിക്കുമെന്ന് നീ കരുതണ്ട. ഈ പരുവത്തിലായ ഒരു മനുഷ്യനെ നീ ആശുപത്രിയിൽ നിന്നും നിർബന്ധമായി ഡിസ്ചാർജ് വാങ്ങിക്കൊണ്ട് വന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് സംശയം തോന്നിയതാ. ഇപ്പൊ ഈ ഫോണിന്റെ കാര്യം കൂടി ആയപ്പോ ഏകദേശം കാര്യങ്ങൾ വ്യക്തമായി. അമ്മാവൻ നാവെടുത്ത് സംസാരിക്കുന്ന ഒരു കാലം വരും. അമ്മാവനെ പഴയതുപോലെ ആക്കിയെടുക്കും ഞാൻ. അന്ന് യഥാർത്ഥ സംഭവം എന്താണെന്ന് വള്ളി പുള്ളി തെറ്റാതെ അമ്മാവൻ പറഞ്ഞു തരും. കരുതിയിരുന്നോ ശിവാനി, സത്യം പുറത്തു വരുന്ന ആ ദിവസം നീ അകത്തായിരിക്കും. അകത്താക്കിയിരിക്കും ഞാൻ.